ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ കൂടുതൽ വിശ്വസനീയമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ദി അത്ലറ്റിക് FC-യുടെ മാധ്യമപ്രവർത്തകനായ ഡേവിഡ് ഓൺസ്റ്റൈൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആഞ്ചലോട്ടി റയൽ മാഡ്രിഡ് വിടുകയാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സീസണിന് ശേഷമാണ് ആഞ്ചലോട്ടി ക്ലബിനോട് ഗുഡ് ബൈ പറയുക. എന്നിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിനെ തിരഞ്ഞെടുക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇറ്റാലിയൻ പരിശീലകന്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ്. പക്ഷേ അദ്ദേഹം മുൻഗണന നൽകുന്നത് ബ്രസീലിന് തന്നെയാണ്. 2026 വേൾഡ് കപ്പിൽ ബ്രസീലിനെ പരിശീലിപ്പിക്കുക എന്ന കാര്യത്തിനാണ് ആഞ്ചലോട്ടി ഇപ്പോൾ മുൻഗണന നൽകുന്നത്. CBFന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കാർലോ ആഞ്ചലോട്ടി പോകുമ്പോൾ റയലിന്റെ പരിശീലകനായിക്കൊണ്ട് ആരായിരിക്കും എത്തുക? അത് സാബി അലോൺസ ആവാനാണ് സാധ്യത എന്നാണ് ഡേവിഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ആഞ്ചലോട്ടി റയൽ വിടും, ബ്രസീലിന്റെ പരിശീലകനാവും. പകരം റയലിൽ സാബി അലോൺസോ പകരക്കാരനായി എത്താനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഏതായാലും CBFനും താല്പര്യം ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ തന്നെയാണ്. ഇതിനു മുൻപ് തന്നെ ഒരുപാട് കാലമായി അവർ ആഞ്ചലോട്ടിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.